ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മസാല വറുത്തരച്ച കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സാധാരണ നമ്മൾ തേങ്ങ ചേർത്തിട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് ആ കറി ഉണ്ടാക്കുക. എന്നാൽ തേങ്ങ ചേർക്കാതെ തന്നെ അതേ ടേസ്റ്റിൽ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെക്കുക. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. 3 ഏലക്ക, 3 ചെറിയ പീസ് പട്ട, 5 ഗ്രാമ്പു, 10 കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇവയെല്ലാം കൂടെ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഈ കറിയിലേക്ക് എരിവിനായിട്ട് നമ്മൾ വറ്റൽമുളകും പച്ചമുളകും കുരുമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വറ്റൽമുളകിനും കുരുമുളകിനും പകരം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അങ്ങനെ പൊടികൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള വഴന്നതിന് ശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസിലുള്ള തക്കാളി നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തക്കാളിയൊക്കെ വേവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയുടെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഈ വഴറ്റിയെടുത്ത മസാല നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ മസാലയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലിട്ടിട്ടുള്ള വറ്റൽമുളകൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കുന്നതിലേക്ക് ചേർത്താൽ മതി. നമ്മൾ അരക്കാൻ എടുക്കുന്നതിൻ്റെ ബാക്കി മസാല കറിയിൽ അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മസാലയാണ് ബാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഈ മസാല ജാറിലേക്ക് ഇട്ടത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഈ അരച്ചെടുത്ത മസാല നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ജാറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കറി ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കറി ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക. കറിയിൽ ഈ ചിക്കൻ പീസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയാൽ ചിക്കൻ പീസ് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. കറി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞാൽ കറി ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ചിക്കൻ പീസൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഈ കറി അടച്ചു വെക്കാതെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്ന കറിയുടെ അതേ സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഈ കറിക്കും.
വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പത്തിരി, അപ്പം, അതുപോലെ തന്നെ ഗീ റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.